പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബൈജു ചന്ദ്രനാണ്. സ്റ്റുഡിയോയിൽ ഒപ്പം MV ശശികുമാർ. ഇന്ന് സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിൻ്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായിരുന്ന ശ്രീ ബൈജു ചന്ദ്രനാണ്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മലയാള സിനിമയിലും സാഹിത്യത്തിലും ഏറ്റവും മനോഹരമായ തലക്കെട്ടുകൾ, പേരുകൾ നൽകിയിട്ടുള്ള പ്രതിഭയാണ് P. പത്മരാജൻ. എന്നാൽ പത്മരാജൻ്റെ ഒരു രചനയ്ക്ക്, ഒരു നീണ്ട കഥയ്ക്ക് പാമ്പ എന്ന പേര് മാറ്റി രതി നിർവേദം എന്നാക്കിയ എഡിറ്ററായിരുന്നു താങ്കളുടെ പിതാവ് KS ചന്ദ്രൻ. ആ ഓർമ്മകളിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് KS ചന്ദ്രൻ എന്ന എഡിറ്ററെയും പിതാവിനെയും ഓർമ്മിക്കുന്നത് താങ്കൾ? KS ചന്ദ്രൻ, K. ബാലകൃഷ്ണൻ, കാമ്പിശ്ശേരി കരുണാകരൻ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, ഇങ്ങനെ നമുക്ക് ഒരു കാലത്ത് മലയാള പത്രപ്രവർത്തനത്തിൽ, ഇന്ന് മാധ്യമപ്രവർത്തനം എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്, പക്ഷേ അന്ന് പത്രപ്രവർത്തനം, അങ്ങനെ പത്രപ്രവർത്തനത്തിൽ വളരെ കാര്യമായ, വളരെ നിർണായകമായ സംഭാവനകൾ ചെയ്ത കുറേ മനുഷ്യരുണ്ട്, കുറേ വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്നുള്ളത് ഉപജീവന മാർഗ്ഗം മാത്രമായിരുന്നില്ല. അവരൊക്കെ ഒരു ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ച, ഒഴിഞ്ഞു വെച്ച ആളുകളായിരുന്നു. അവരിലൂടെയാണ് ഒരു പുതിയ എഴുത്തിൻ്റെ സംസ്കാരം, വായനയുടെ സംസ്കാരം, പുതിയ സാഹിത്യ അഭിരുചികളുടെ കടന്നുവരവൊക്കെ സംഭവിച്ചു. ഇവർ ഇപ്പം എൻ്റെ അച്ഛൻ പത്രാധിപരായിരുന്ന കേരള ശബ്ദം, K. ബാലകൃഷ്ണൻ്റെ കൗമുദി, കാമ്പിശ്ശേരിയുടെ ജനയുഗം, വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ കുങ്കുമം, ഇങ്ങനെ നമുക്ക് പറയാവുന്ന കുറേ പ്രസിദ്ധീകരണങ്ങൾ, അവരിലൂടെയാണ് പുതിയ സാഹിത്യം തന്നെ വന്നത്. എൻ്റെ അച്ഛൻ പ്രധാനമായിട്ടും രാഷ്ട്രീയ പത്രപ്രവർത്തകനായിരുന്നു. പക്ഷേ അതേസമയം സാഹിത്യത്തിൻ്റെ ഒരുപാട് MT വാസുദേവൻ നായരുടെ കാലം നോവലായിട്ട് പരമ്പരയായിട്ട് പ്രസിദ്ധീകരിക്കുന്ന അച്ഛനാണ്. അതുപോലെ കേരള ശബ്ദത്തിലായിരുന്നു. മുകുന്ദൻ്റെ ഡൽഹി വന്നതിലാണ്, കാക്കനാടൻ്റെ 7-ാം മുദ്ര ഉൾപ്പെടെ. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ആത്മകഥകൾ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്തുള്ള വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എൻ്റെ അച്ഛനും. ഇന്നിപ്പോൾ ആ കാലഘട്ടം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനേ പറ്റൂ. ഇന്നത് നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, അതല്ലെങ്കിൽ കോളമിസ്റ്റ് ആയിരുന്നു താങ്കളുടെ അച്ഛൻ. എങ്ങനെയായിരുന്നു അദ്ദേഹം? വീട്ടിൽ താങ്കളെയൊക്കെ ഇതിനു വേണ്ടി ഗ്രൂപ്പ് ചെയ്യുമായിരുന്നു? അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. കാര്യം വെച്ചാൽ ഞങ്ങളൊക്കെ ഇത് കണ്ട് പഠിക്കുന്നവരും, അല്ലെങ്കിൽ അച്ഛൻ കൃത്യമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അങ്ങനെയുള്ളൊരു കാലമായിരുന്നില്ലല്ലോ. അവരുടെ ജീവിതചര്യയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മളുടെ പോലെ ഒന്നും ആയിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ രാത്രിയിൽ വളരെ വൈകിട്ടായിരിക്കും വരുന്നത്. ഞങ്ങൾ 3 കുട്ടികളാണ്. ഞങ്ങൾക്കുള്ള ഒരു സൗകര്യം ഉണ്ടായത്, ഞങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനോടൊപ്പം ഓഫീസിൽ പോകുമായിരുന്നു. അച്ഛൻ്റെ ഓഫീസിൽ, അത് കൊല്ലത്ത് ആയിരുന്നു ആദ്യം, അതിനുശേഷം തിരുവനന്തപുരത്ത് പെരുന്താനിയിലോട്ട് മാറിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ വളർന്ന സാഹചര്യം അതൊരു പ്രത്യേകതയുള്ളായിരുന്നു. കാര്യം ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. അതിനകത്ത് വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്. അവർ ചിലപ്പോൾ ഈ ഓഫീസിലായിരിക്കും, കേരള ശുദ്ധം കുങ്കുമം ഗ്രൂപ്പിൻ്റെ ആ ഓഫീസിൽ വെച്ചായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർ വരുമ്പോഴായിരിക്കും കാണുന്നത്. അങ്ങനെ അവർ സംസാരിക്കുന്നപ്പോൾ എൻ്റെ ഒരു വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം, ഒന്ന് അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം ആ ഒരു അന്തരീക്ഷം വളരെ കുട്ടിക്കാലം മുതൽ കാണുന്നുണ്ട്. പിന്നെ ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, അച്ഛൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടുവരുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ. കാലത്തിറങ്ങിയ ഇംഗ്ലീഷും മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിച്ച് വായനയോടൊരു തരം ഭ്രാന്ത് പിടിച്ച ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ സഹോദരിക്കും സഹോദരനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണ് ഒരുപക്ഷെ എന്നെ ഗ്രൂം ചെയ്തത്. അച്ഛൻ ഞാൻ ഇന്ന രീതിയിൽ വളരണം എന്ന് ഒരിക്കലും പറയുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അമ്മയ്ക്കും അതിൻ്റെതായ പ്രത്യേക ഒരു റോൾ ഉണ്ടായിരുന്നു. കാര്യം അച്ഛൻ്റെ കൂടെയുള്ള ഒരാളെന്നുള്ള അമ്മയും ഏതാണ്ട് ഇതേ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. വലിയ എഴുത്തുകാരെ, പ്രഗത്ഭരെല്ലാം വീട്ടിൽ വരുമായിരുന്നു പറഞ്ഞു. അവരെയൊന്ന് ഓർക്കാം, ആരെല്ലാം ആയിരുന്നു അവരെല്ലാം? പ്രധാനമായിട്ടും ബഷീറാണ് ഒരാൾ ഓർമ്മ വരുന്നത്. ബഷീർ ഒരിക്കൽ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്നും അന്ന് കുങ്കുമത്തിൽ മാന്ത്രിക പൂച്ച എന്നൊരു നോവൽ ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിലോട്ട് അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നേരത്തെ പറഞ്ഞ വൈക്കം ചന്ദ്രശേഖരൻ നായർ, മറ്റുള്ളവരൊക്കെ കൂടെ വീട്ടിൽ വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കഷണ്ടിയുള്ള ഒരു ജുബ വേഷധാരിയും കൂടെ ഉണ്ട്. ഇദ്ദേഹം നേരെ അകത്തോട്ടൊരൊറ്റ പോക്കാണ്. കൊല്ലത്താണ് ഞങ്ങളുടെ വീട്. അകത്തോട്ട് നേരെ പോയിട്ട്, സാധാരണ അതിഥികൾ വന്നാൽ കുശലം ചോദിക്കാതൊന്നുമല്ല, നേരെ അടുക്കളയിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് അടുക്കളയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം തുറന്നു നോക്കിയിട്ട്, അപ്പോൾ അമ്മയും ഞങ്ങളും പുറകെ പോയി തുറന്നു നോക്കിയിട്ട് പറഞ്ഞാൽ ഇന്നിവിടെ മീൻകറിയാണല്ലോ എന്ന് പറഞ്ഞ് അതേപോലെ ശരം വിട്ട പോലെ തിരിച്ചു വന്നു. കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു, കുറേ തമാശകൾ പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. ബഷീറിനെ ഞങ്ങൾക്ക് അറിയാവുന്നത് ഈ മാന്ത്രിക പൂച്ചയുടെ പ്രസിദ്ധീകരിക്കുമ്പോൾ കുങ്കുമത്തിൽ പുനലൂർ രാജനെടുത്ത മനോഹരമായ പടങ്ങൾ വരുമായിരുന്നു. ബഷീറിൻ്റെ ഇന്നത്തെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ അതിനകത്ത് വന്ന. അതുകൊണ്ട് ബഷീറിനെ കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ബഷീറാണ് എൻ്റെ ഓർമ്മയിൽ. അതൊരു തകഴി, കേശവദേവ്, പാറപ്പുറത്ത്, K. സുരേന്ദ്രൻ, വയലാർ രാമവർമ്മ,
പിന്നെ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ മലയാള സാംസ്കാരിക സാഹിത്യ രംഗത്തെ തിളങ്ങി നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും കാമശ്ശേരിക്കാരനാരുടെയും കെ ബാലകൃഷ്ണനൊക്കെ പറയണം. കാര്യം കെ ബാലകൃഷ്ണൻ ആണ് എനിക്കെൻ്റെ പേര് ബൈജു എന്നുള്ള പേരിടുന്നത് കെ ബാലകൃഷ്ണനാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹ സ്പർശം എൻ്റെ മൂർത്താവിലുണ്ട്. വയലാറിൻ്റെ മരണദിവസം താങ്കൾ ഒരു സ്മരണയായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? അതിനെക്കുറിച്ചൊന്ന് ഓർക്കാമോ? വയലാർ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വരുമ്പോഴും കൊല്ലത്തും ഒക്കെ ആയിരിക്കുമ്പോഴും വീട്ടിൽ വരികയും അച്ഛൻ്റെ ഓഫീസിൽ വരികയും ഞങ്ങൾ വയലാറിനെ അവിടെ പോയി കാണുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം പാട്ടുകൾ എഴുതുന്നതിലൂടെ വളരെ പ്രശസ്തനാണല്ലോ. അദ്ദേഹത്തിൻ്റെ വളരെ ധൃതിയുള്ളൊരു സംസാര രീതിയും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നത് വയലാർ വളരെ സീരിയസ് ആയിട്ട് ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. വസതി ഞങ്ങളുടെയൊക്കെ ഒരു കുടുംബത്തിലെ, അതിപ്പോൾ വയലാർ ആ വീട്ടിൽ വന്നുകൊണ്ടല്ല, വയലാർ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ ഒരു ദിവസമെങ്കിലും ആകാശവാണി വെക്കുമ്പോഴത്തേക്ക് വയലാറിൻ്റെ ഒരു പാട്ടില്ലാത്ത ഒരൊറ്റ ദിവസം പോലും നമുക്ക് ഇല്ല. മാത്രമല്ല ആ കാലഘട്ടത്തിലാണ് വയലാറിൻ്റെ ഏറ്റവും പിൽക്കാലത്ത് പ്രശസ്തമായ ചന്ദ്രകളഭം എന്നുള്ള പാട്ട് വരുന്നത്. അതൊക്കെ റേഡിയോയിൽ സ്ഥിരം കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ വയലാറിന് സുഖമില്ലാതായി എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ അച്ഛന് വളരെ സെൻറ്റിമെൻ്റലാണ്. അച്ഛനെ പിന്നെ അടുത്ത ഒരു കരച്ചിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വയലാറിനെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരുന്നു. പിന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അന്ന് അച്ഛൻ്റെ സഹപ്രവർത്തകനാണ് ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഞങ്ങൾ ഉറൂബ് അമ്മാവൻ വിളിക്കും, കുങ്കുമത്തിൻ്റെ പത്രാധിപർ. രാത്രി വന്ന് ഉറൂബ് അമ്മാവൻ വീട്ടിൽ വന്നിട്ട് അച്ഛനെയും കൂടെ വിളിച്ചുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. വെളുപ്പിനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, രക്ഷപ്പെടുന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷെ അന്ന് വെളുപ്പിനെ തന്നെ അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം തിരുവനന്തപുരം ഒരു ജനപ്രവാഹത്തിൽ മുങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അന്ന് ആകാശവാണിയിൽ പാട്ട് വരുന്നുണ്ട്, അദൃശ്യമായിട്ടോ അല്ലാതെ തന്നെ സ്വാമി അയ്യപ്പൻ എന്നുള്ള പടം ഇറങ്ങിയ സമയം. അപ്പോൾ അതിനകത്ത് അയ്യപ്പ ശരണമയ്യപ്പ എന്നുള്ള പാട്ടൊക്കെ വരുമ്പോൾ അതിനത് വേറൊരു മൂഡായിരുന്നു ആ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും. അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇഷ്ടഗാനങ്ങൾ പറയുന്നൊരു പരിപാടി കൂടിയാണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ് വേണ്ടത്? ഇപ്പോൾ വയലാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വയലാറിൻ്റെ ഏത് പാട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ സത്യനും കൂടെ അഭിനയിച്ച പാട്ടാണ്. എനിക്ക് സത്യനും വയലാർ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു വികാരമുള്ളത് കൊണ്ട് വയലാർ ദേവരാജൻ ടീമിൻ്റെ പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ എന്നുള്ള പാട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള ചിത്രത്തിൽ. കാര്യം സത്യൻ ഇതേപോലെ തന്നെ സത്യൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ കൂടിയായിരുന്നു. അപ്പോൾ ആ സത്യൻ മരിച്ച ദിവസവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആണ് അദ്ദേഹം രാവിലെ പത്രത്തിൽ കാണുന്നു ഈ വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയുന്നു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴാണ് സത്യൻ മരിച്ചു എന്നറിയുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിന് മുമ്പ് കൂടെ ഇങ്ങനെ അന്ത്യയാത്ര കടന്നു പോകുന്നു. പ്രേം നസീർ അതിൻ്റെ ഏറ്റവും മുൻപിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഡൂർഭാസി, അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സത്യനെ വിജയ് ഹാളിൽ അന്ത്യദർശനത്തിന് വേണ്ടി എല്ലാവരും പോയി കാണുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പേരും, ഈ രണ്ട് മഹാപ്രതിഭകളും, ദേവരാജൻ മാഷും അതെ, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടും വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ 3 പേരും ചേർന്ന ആ പാട്ട് യേശുദാസ് പാടിയ പാട്ട് വെക്കാം. താങ്കൾ അച്ഛൻ്റെ കോളങ്ങളെല്ലാം സ്ഥിരം പിന്തുടരുമായിരുന്നു. നഗരത്തിൻ്റെ മാറിലും മറവിലും, അതുപോലെ പത്രാധിപരുടെ ഡയറി, അരൂപിയുടെ അരുളപ്പാടുകൾ, ആ കോളങ്ങളെല്ലാം താങ്കൾ പിന്തുടർന്നിരുന്നു? തീർച്ചയായിട്ടും. കാര്യം അച്ഛൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ കാലത്ത് കേരള ശബ്ദം ഓഫീസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാലൊക്കെ അവിടെ ആയിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുക. സ്കൂൾ കാലത്താണ് കൂടുതലും. കോളേജൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കും എൻ്റേതായ ചില ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായി, അങ്ങനെ ഇതായി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞ് എഴുതിയെടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അച്ഛൻ ഒരേ സമയത്ത് തന്നെ കോളം എഴുതും, പിന്നെ കേരള ശബ്ദത്തിന് വേണ്ടി നോവൽ എഴുതും, കുങ്കുമത്തിന് വേണ്ടി നോവൽ എഴുതും, വല്ല ഓണം വിശേഷാൽപ്രതിയൊക്കെ വരുമ്പോൾ മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി എഴുതും. അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായിരുന്നു. അന്നത്തെ ഈ പ്രസംഗവേദികളിലേക്ക് ആനിവേഴ്സറികളും വാർഷികങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പേര് തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന, അല്ലെങ്കിൽ കൊല്ലത്തായിരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. നേരത്തെ പറഞ്ഞ കെ ബാലകൃഷ്ണനും വൈക്കം നായരും അച്ഛനും പ്രൊഫസർ M കൃഷ്ണൻ നായർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഗുപ്തൻ നായർ സാറ്, ഇപ്പോൾ ഇവരൊക്കെ കൂടെ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. അതുപോലെ തന്നെ ഈ കോളംസ്, നഗരത്തിൻ്റെ മാറിലും മറവിലും ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് തമാശ രൂപത്തിൽ കുറച്ച് നടന്ന സംഭവങ്ങളെ തന്നെ കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയുടെ രൂപത്തിലുള്ളൊരു കോളമായിരുന്നു. അതുപോലെ തന്നെ അരൂപിയുടെ കോളവും അത് തന്നെ ഒരു ലാസ്റ്റ് പേജാണ്, കേരള ശബ്ദത്തിൻ്റെ അവസാനത്തെ പേജാണ്. ഡയറി കുറിപ്പുകളും അതെ. അപ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അച്ഛൻ എഴുതുന്ന ഓർമ്മയുണ്ട്. എനിക്കന്ന് TN ഗോപിനാഥൻ നായർ സാർ ഇവിടെ ആകാശവാണി, ഇന്നിപ്പോൾ ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുകയാണ്. വൈകുന്നേരം വഴുതക്കാട് ഞാൻ ജംഗ്ഷനിൽ ബസ് കാത്തിക്കുമ്പോഴത്തേക്കും TN ഗോപിനാഥൻ നായർ സാർ ആകാശവാണിയിൽ നിന്ന് നടന്ന് പതുക്കെ ജംഗ്ഷനിലൂടെ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ആ ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ, അയ്യോ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാത്ത, ഞങ്ങളെപ്പോഴും അന്ന് തിരുവനന്തപുരത്ത് നാടകം കാണാൻ പോകും. കാർത്തിരുന്നാൾ തിയേറ്ററിലും ടാഗോർ തിയേറ്ററിലും സെനറ്റ് ഹാളിലൊക്കെ നാടകം നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മിക്കവാറും എല്ലാ മാസവും നാടകം കാണാൻ പോകും. ഞാനും അമ്മയും കുട്ടികളും, അച്ഛനും കാണും ചിലപ്പോൾ. അന്ന് TNൻ്റെ ഭാര്യയും
പിന്നെ എൻ്റെ സുഹൃത്തായി തീർന്ന രവി വളത്തുള്ളുവാണ് മിക്കവാറും അവിടെ വരുന്ന ഒരു ഫാമിലി. മറ്റൊന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഭാര്യയും കുടുംബമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥിരം കാണുന്ന കുടുംബങ്ങളാണിത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടി.എൻ്റെ ഭാര്യ മരിക്കുന്നതും അതിനെക്കുറിച്ച് എൻ്റെ മിനി എന്നുള്ളൊരു പരമ്പര പുസ്തകം എഴുതി മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഉണ്ട്. ഞാനിതൊക്കെ കാണുമ്പോൾ ടി.എനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഇതേ എന്ത് വയസ്സായി പോയി. അപ്പോൾ ഇത് ഞാൻ ചെന്ന് പറഞ്ഞു, ഇത് അച്ഛൻ അടുത്തുള്ള കോളത്തിൽ ഞാൻ പറഞ്ഞതിനെ വെച്ചിട്ടാണ് ടി.എനെ കുറിച്ച് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും ഞങ്ങളൊക്കെ പറയുന്നതും വീട്ടിൽ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു. വായിക്കും. അന്ന് അച്ഛൻ്റെ കോളം മാത്രമല്ല, അന്ന് എഴുതപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെയും പങ്ക്തികളൊക്കെ വായിക്കുമായിരുന്നു. ആ പാത പിന്തുടരാൻ വേണ്ടിയാണോ താങ്കൾ മാധ്യമ പഠനം തിരഞ്ഞെടുത്തത്? തീർച്ചയായിട്ടും. എനിക്ക് മാധ്യമ പഠനം എന്ന് പറയുന്നത് എൻ്റെ ഒരു കുലത്തൊഴിൽ എന്നൊക്കെ പറയാവുന്ന മാതിരി ഭാവിയിൽ എന്തായി തീരണം എന്നുള്ളതിന് നമുക്ക് ആദ്യം മുതലേ മുമ്പിലുള്ള ഒരു വഴി ആയിട്ട് കണ്ടിരുന്നത് മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു. മാധ്യമ പ്രവർത്തനം അന്ന് ടെലിവിഷൻ സ്വപ്നത്തിലൊന്നുമില്ല. പത്രപ്രവർത്തനം നല്ലൊരു പത്രത്തിൽ നല്ലൊരു പത്രപ്രവർത്തകനായി തീരുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് പത്രപ്രവർത്തനത്തിലേക്ക് പഠിക്കാനായിട്ട് അതിനുവേണ്ടി പോയതും. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രത്തിൽ കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പത്രത്തിൽ ചേരാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ദൂരദർശൻ വരികയും അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ആ ജോലിയിലേക്ക് പോകുന്നത്. കോളേജ് പഠനകാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ താങ്കൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അക്കാലം ഒന്ന് ഓർമ്മിക്കാമോ? കോളേജിൽ ചെന്നപ്പോഴത്തേക്കും അടിയന്തരാവസ്ഥക്കാലത്താണ് കോളേജിൽ ചേരുന്നത്, ഗവൺമെൻറ് ആർട്സ് കോളേജ്. അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് അത്രയും വളരെ അച്ചടക്കമുള്ള ഒരു കാലമാണല്ലോ. കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഏറ്റവും മുൻപിൽ ഇങ്ങനെ നിൽക്കും, സുരേന്ദ്രനാഥ് സാറ്. അദ്ദേഹം ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ രാവിലെ കൃത്യമായി കോളേജ് ആരംഭിക്കും, ക്ലാസ്സുകൾ കൃത്യമായി നടക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. സമരമൊന്നുമില്ല അത്തരം. പക്ഷേ 2ാം വർഷം ആയപ്പോഴത്തേക്കും അടിയന്തരാവസ്ഥ കഴിഞ്ഞു, അന്തരീക്ഷം തന്നെ മാറി. നിരന്തര സമരം. ഞങ്ങൾ മോഡൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മോഡൽ സ്കൂളിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ചില വിഷയങ്ങളുണ്ടാവുമല്ലോ, കണക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വല്ല പരീക്ഷയുള്ള ദിവസം രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് അന്നത്തെ പ്രാർത്ഥന മുഴുവൻ ഇന്ന് സമരം ഉണ്ടാവണേന്നാണ്. ഇപ്പോഴത്തെ ആർട്സ് കോളേജിൽ പതുക്കെ സമരത്തിൻ്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഞങ്ങൾ പെട്ടിയെല്ലാം അടച്ച് വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായിരിക്കും. അതൊരു കാലം, 70കളുടെ തുടക്കം. 70 അച്യുതമേനോൻ ഭരണകാലത്ത് അത്രയധികം സമരം നടന്ന ഒരു കാലമായിരുന്നു 70കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കോളേജിൽ ചേരുന്നത്. കോളേജിൽ ചേരുമ്പോഴത്തേക്ക് എൻ്റെ ഈ വായനയിലൂടെയും പലതരത്തിലുള്ള എക്സ്പോഷർ ഉണ്ട്. അച്ഛൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അവരെ കാണുകയും അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും അത് സംബന്ധിച്ച പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ തോപ്പിൽ ഭാസി എഴുതിയ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള പുസ്തകമൊക്കെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. മാർക്സും ലെനിനും ഒക്കെ വായിച്ച് നമ്മളുടെ ഒരു രാഷ്ട്രീയം അഭിപ്രായം രൂപപ്പെടുന്നതിനേക്കാളും എളുപ്പത്തിലാണ് ഇത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. ആത്മകഥകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യ ശാഖ എന്ന് പറയുന്നത് ആത്മകഥയും ജീവചരിത്രമാണ്. EMSൻ്റെ ആത്മകഥ ഉൾപ്പെടെ അന്ന് ഇറങ്ങിയിട്ടുള്ള ആത്മകഥകൾ മിക്കവാറും വായിക്കുമായിരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം രൂപപ്പെടുകയും ഞാൻ കോളേജിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒക്കെ ഓഫീസ് ബെയറൊക്കെ ആവുകയും അങ്ങനെ കുറേ നാൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായിരുന്നു വളരെ സജീവമായിരുന്നു. അത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് സഹായിച്ച ഒരു കാലമാണ്. നമുക്ക് കൃത്യമായൊരു തെളിമയുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാലത്തിന് ഇത് ഒക്കെ സഹായകമായിട്ടുണ്ട്. ആ കോളേജ് ജീവിതകാലത്ത് ഈ കലാപ്രവർത്തനങ്ങൾ, സർഗാത്മക പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഏർപ്പെടുമായിരുന്നു? അക്കാലത്ത് ഓർമ്മിക്കുന്ന ഒരു പാട്ടിലേക്ക് ആയാലും അടുത്തത്. ആ കാലത്ത് കലാപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു എഴുതുമായിരുന്നു എന്നല്ലാതെ പാട്ടോ അത്തരം കാര്യങ്ങൾ, നാടകം വളരെ ഇഷ്ടമായിരുന്നെങ്കിലും നാടക പ്രവർത്തനമായിരുന്നില്ല. നാടകം കാണുമായിരുന്നു, സിനിമ ഇഷ്ടം പോലെ കാണുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഞാൻ കൃത്യമായൊരു ഇന്ന രംഗത്ത് സാംസ്കാരിക പ്രവർത്തനം നടത്തിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കോളേജ് പഠിച്ചിരുന്നപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ്റെ പാട്ടാണ്. മലയാളി അല്ലെങ്കിലും ഒരുപാട് നല്ല മലയാള ഗാനങ്ങൾ സമ്മാനിച്ച ആളാണ് സലീൽ ചൗധരിയുടെ ഹിന്ദി ഗാനങ്ങളാണ് തീർച്ചയായിട്ടും ഒന്നാന്തരം പാട്ടുകളാണ്. പക്ഷേ ഒരു മലയാളം പാട്ട്, പ്രത്യേകിച്ച് എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ട്, ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള പാട്ട്. പ്രതീക്ഷ എന്നുള്ള ചിത്രത്തിൽ OMV സാർ എഴുതി സലീൽ ചൗധരി സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ട്. അത് കേൾക്കാമെന്ന് തോന്നുന്നു. താങ്കൾക്ക് കുട്ടിക്കാലത്ത് തന്നെ നാടകങ്ങളും ചലച്ചിത്രങ്ങളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു? ഏതെല്ലാം നാടകങ്ങളാണ് താങ്കളെ കാലത്ത് ആകർഷിച്ചിട്ടുള്ളത്? നാടക പ്രവർത്തകർ ആരെല്ലാമാണ്? നാടകം എന്ന് പറയുന്നത് അന്നിപ്പോൾ സിനിമ തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴും കൗമാരപ്രായത്തിലുമൊക്കെ സിനിമയാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ കലാരൂപം. പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കലാരൂപമായിരുന്നു നാടകം. കൊല്ലത്ത് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോഴും 1970 വരെ കൊല്ലത്തായിരുന്നു. 70 കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴും അന്ന് ഏതാണ്ട് പതിവായി കാണാൻ പോകുന്ന ഒരു കാര്യം നാടകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ അച്ഛൻ അവരുമായിട്ടൊക്കെ ഉള്ള അടുത്ത ബന്ധം കാരണമാണ്. KPSC, കാളിദാസ കലാകേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത കലാനിലയം
ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില തിയേറ്റർ ഗ്രൂപ്പ്സാണുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ നാടകങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിഹേഴ്സൽ ഉൾപ്പെടെ അച്ഛൻ കാണാൻ പോകുമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അവിടെ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ആദ്യത്തെ ഉദ്ഘാടന നാടകം തന്നെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് KPSC നാടകങ്ങൾ, കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളൊക്കെയാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തോട്ട് വന്നപ്പോഴത്തേക്കും NN പിള്ളയുടെ വിശ്വകേരള കലാസമിതി, അപ്പോൾ ഇവരുടെയൊക്കെ നാടകങ്ങൾ കണ്ടു. അന്നത്തെ അഭിനേതാക്കളെ മിക്കവാറും പേരെ പിന്നെ വീട്ടിലും ഒക്കെ വന്ന്, പ്രത്യേകിച്ച് സുലോചനയുടെ പേര് എടുത്തു പറയണം. സുലോചനയെക്കുറിച്ച് ഞാൻ പിൽക്കാലത്ത് ഒരു പുസ്തകം എഴുതാൻ ഒരു കാരണം അന്ന് സുലോചന ഉൾപ്പെടെയുള്ള അന്നത്തെ നടീനടന്മാരുടെ പെർഫോമൻസും അവരുടെ പാട്ടുകളും ഒക്കെ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും വളരെ അടുത്ത ബന്ധമുള്ള KPSC ലീല, അവരഭിനയിച്ച തുലാഭാരം, കൂട്ടുകുടുംബം മാതിരിയുള്ള നാടകങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് ഓമാധവൻ, ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരി, NN പിള്ള, അദ്ദേഹത്തിൻ്റെ കുടുംബം, ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകങ്ങൾ, ചാച്ചപ്പൻ, ഇങ്ങനെ അന്നത്തെ ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാർ അവർ സ്റ്റേജിൽ അവരുടെ പെർഫോമൻസ് അവതരിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ നാടകത്തിനോടുള്ള ഒരു അഭിരുചി ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിലാണ്. പിൽക്കാലത്തെ ജീവിത നാടകം എന്ന അരുണാപമായ ഒരു നാടകകാലത്തെക്കുറിച്ച് താങ്കൾ എഴുതുമ്പോൾ എന്തുകൊണ്ട് KPSC സുലോചനയെ തിരഞ്ഞെടുത്തു? മറ്റൊരു വീക്ഷണകോണിൽ വേണമെങ്കിൽ താങ്കൾക്ക് ആ ചരിത്രം, അതൊരു കേരളത്തിൻ്റെ നാടക ചരിത്രം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ചരിത്രം തന്നെയാണ് ബൃഹത്തായ ആ പുസ്തകം. എന്തുകൊണ്ട് KPSC സുലോചനയെ തിരഞ്ഞെടുത്തു? KPSC സുലോചന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഒരു 1950കളിൽ തുടങ്ങി ഒരു 60കളുടെ മധ്യം വരെയാണ് ഞാൻ ആ പുസ്തകം എൻ്റെ കാലഘട്ടം. പക്ഷേ KPSC സുലോചനയുടെ പാട്ടുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്പിളിയമ്മാവായാലും ചെക്കപ്പുകിലിക്കിട ചിങ്ങാതി ആയാലും ശരി, പിന്നെ അത്തരം ഒരുപാട് പാട്ടുകൾ KPSC സുലോചന പാടിയ, KS ജോർജ് പാടിയ പാട്ടുകളൊക്കെയാണ് ഇന്നും എന്നും നമ്മൾ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും എവിടെയെങ്കിലും ഒരു സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പാട്ട് വെക്കുന്നത് ഇവരുടെയാണ്. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്ന സംഗീതമാണത്. ONV ദേവരാജൻ, വയലാർ ദേവരാജൻ, ഇങ്ങനെ ഒരു സംഘം പ്രതിഭാധന കലാകാരന്മാരുടെ. അപ്പോൾ അങ്ങനെ സുലോചനയെക്കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി ഉണ്ട് ദൂരദർശനിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ സുലോചന ചേച്ചിയെ ഞാൻ വിളിച്ചിരുന്ന ആ പ്രതിഭയെക്കുറിച്ച് ഏതാണ്ട് അടുത്തറിയാമായിരുന്നു. എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് നാടകം ഏറ്റവും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന, അതുവഴി രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കിയ, അതുവഴി ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ വഴി തെളിയിച്ച ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയായ ഒരു അഭിനേത്രിയുടെ ജീവിതം, ആ ജീവിതത്തിലെ പല പല സംഭവങ്ങൾ ഒക്കെ ചിത്രീകരിക്കുന്നതിലൂടെ ഒരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം, അതായിരുന്നു ആഗ്രഹം. അതാണ് ഞാൻ ആ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ടൊരു കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയത്. ജീവിത നാടകം എന്നുള്ളത് വലിയൊരു പുസ്തകമാണ്. ഇതിനു വേണ്ടിയുള്ള ഗവേഷണത്തിനും വേണ്ട അനുബന്ധ വിവരങ്ങളും എങ്ങനെയാണ് താങ്കൾ ശേഖരിച്ചത്? ചെറുപ്പം മുതലേ ഇത് ശേഖരിച്ച് വെച്ചിരുന്നു? അതൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ലൈബ്രറി പോയിട്ട് കുറേ കാലഘട്ടത്തെ പത്രങ്ങൾ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ എടുക്കുക, അതിനേക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ പുസ്തകം എന്തെങ്കിലും എഴുതണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ വളർന്ന സാഹചര്യം, അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യർ, അവർ പറയുന്ന അച്ഛനോടും പിന്നെ ഞാൻ മുതിർന്ന് അവരെ പരിചയപ്പെടാനിടയായപ്പോൾ ഞാൻ അവരോട് വളരെ താല്പര്യത്തോടെ ചോദിച്ചറിഞ്ഞ സംഭവങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അതെവിടെയെങ്കിലും എഴുതി വെക്കുകയോ ഡയറി ആയിട്ട് എഴുതി വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നതിനെ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ് ഈ പുസ്തകത്തിന് വേണ്ടി ചെയ്തത്. പിന്നെ അതിനുവേണ്ടി തീർച്ചയായിട്ടും അനുബന്ധമായിട്ട് വായിച്ച ആ കാലത്തെ പത്രങ്ങളായാലും ശരി, ആ കാലത്തെ പുസ്തകങ്ങളായാലും ശരി, നേരത്തെ പറഞ്ഞ ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, ഇങ്ങനെ ഒരു ഇത് വളരെ കുട്ടിക്കാലം മുതൽ വായിക്കുന്നതെല്ലാം ഒരു ആവർത്തിയും കൂടെ വായിച്ച് നോട്ടുകളെടുത്ത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരെയൊക്കെ ഒന്നുകൂടെ കണ്ട്, അങ്ങനെ അതായിരുന്നു എൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ. അല്ലതൊരു അക്കാഡമിക് റിസർച്ച് ആയിരുന്നില്ല. പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്കത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എഴുതാൻ കഴിഞ്ഞു. അതാണ് അതിന്. മാതൃഭൂമിയുടെ 100ാം വർഷത്തിലാണ് ആ പുസ്തകം പുറത്തിറക്കുന്നത് അല്ലേ? 2021. അതെ അല്ലേ? 2022 ആ പുസ്തകം വരുന്നത്. 2021 മുതലുള്ള അവരുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയായിരുന്നു ആ പുസ്തകത്തോടുള്ള പ്രതികരണം? ആ പുസ്തകത്തോട് തീർച്ചയായിട്ടും നല്ല പ്രതികരണം തന്നെയാണ്. കാര്യം വെച്ചാൽ ഒരുപാട് പേര് വളരെ ആവേശത്തോടെ സ്വീകരിച്ചു. അതിന് മുഖക്കുറിപ്പ് എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അടൂർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് പുസ്തകത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഇത് എഴുതാൻ കൊടുത്ത സമയത്ത് ഈ പുസ്തകത്തിന് ശശിക്കറിയാമായിരിക്കുമല്ലോ, അത് 500 ചില്ലാനും പേജ് ഉണ്ട്. അതെ, വലിയ പുസ്തകം. അപ്പോൾ ആ പുസ്തകം എനിക്കൊരു അവതാരിക മാതിരി എഴുതി തരാമോ എന്ന് ചോദിച്ച് ഞാനത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് തിരക്കിലുള്ള സമയമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര ദിവസം എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, താമസിച്ച പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എപ്പോൾ തന്നാലും അപ്പോൾ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ചോദിച്ചു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്രയും ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വേഗത്തിൽ അത് വായിച്ചു തീർത്തു എന്നാണ്. അതേ കാര്യം മറ്റൊരു പ്രശസ്തനായ സംവിധായകൻ, ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര
താല്പര്യത്തോടെ, കാര്യം അദ്ദേഹത്തിന് ആ കാലഘട്ടം ഇഷ്ടമായിരുന്നു. ആ സുലോചനയോട് പ്രത്യേകിച്ചൊരു വലിയ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. അത് TV ചന്ദ്രനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ ആരാധനയും പ്രണയവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് സുലോചന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചന്ദ്രേട്ടൻ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അയ്യോ എനിക്കതൊന്ന് വായിക്കണമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പുസ്തകം കൊടുക്കാൻ പറ്റില്ല, ഞാൻ വേറൊരിടത്തായി പോയി. ഒരു 4-5 ദിവസത്തിനകം ചന്ദ്രേട്ടൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതൃഭൂമി പോയി ആ പുസ്തകം വായിച്ചു. പിന്നെ ഈ കഴിഞ്ഞ 4-5 ദിവസം രാത്രിയും പകലുമായിട്ട് ഞാൻ ആ ലോകത്തായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ കുറേ വഴക്കം പറഞ്ഞു. നീ കാരണമാണ് ഞാനിങ്ങനെ അതിൽ പെട്ടുപോയതെന്ന് പറഞ്ഞു. അതൊരിക്കലും വലിയ അഭിനന്ദനമായിട്ട് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം കൂടെ പോലും അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച്. അതുപോലെ ശ്യാമപ്രസാദിനെ പോലെ മറ്റൊരാൾ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, പിന്നീട് സുഹൃത്തുക്കളായിത്തീർന്ന ഒരുപാട് പേര് ഈ പുസ്തകത്തിലൂടെ പുസ്തകം വായിച്ച് ഇങ്ങനൊരു പുസ്തകം വായിച്ചു, അത് എന്നിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വളരെ എനിക്കൊട്ടും നേരത്തെ പരിചയമില്ലാത്ത ആളുകൾ പലതും ഒരു നമ്പർ നോക്കി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു എനിക്ക് ഭയങ്കരമായ സന്തോഷവും സംതൃപ്തിയും തന്ന ഒരു പുസ്തകമാണത്. പിന്നെ അത് ചെറുപ്പക്കാരായ എത്ര പേര് വായിച്ചു എന്നൊക്കെ എനിക്കറിയില്ല. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? സുലോചനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സുലോചനയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിരുന്നു ആ പുസ്തകം. ആ കാലഘട്ടത്തിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സുലോചനയുടെ ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാവുന്ന, സുലോചനയും ജോർജും കൂടെ പാടിയ തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടുന്ന ഒരു രംഗം കൂടിയാണ് അശ്വമേധം എന്നുള്ള നാടകത്തിലെ സുലോചനയും ജോർജും കൂടെ പങ്കെടുക്കുന്ന ഒരു രംഗമാണത്. ആ പാട്ട് രാഘവൻ മാഷാണ് രഘുനാഥ് എന്നുള്ള പേരിൽ ആ പാട്ടൊരുക്കിയിരിക്കുന്നത്. ദൂരദർശനിലേക്കുള്ള താങ്കളുടെ വരവ് എങ്ങനെയായിരുന്നു? അതേക്കുറിച്ചൊന്ന് പറയാം. തിരുവനന്തപുരം ദൂരദർശൻ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് തിരുവനന്തപുരം ദൂരദർശനിലേക്ക് കുറച്ച് പ്രോഗ്രാം പ്രൊഡ്യൂസർമാരെയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം വന്നത്. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ താല്പര്യം മുഴുവൻ പത്രത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രിൻറ്റ് മീഡിയയാണ്. പ്രിൻ്റാണ് എനിക്ക് എഴുത്താണ് എൻ്റെ എനിക്ക് എഴുതാന്നല്ല, ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സിനിമ ഇഷ്ടമാണ് എന്നല്ല. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റഡി ടൂർ പോകുന്നത് മദ്രാസിലാണ്. അപ്പോൾ മദ്രാസിൽ പോകുന്ന പല സ്ഥാപനങ്ങളിലൂടെ പോകുന്ന പോലെ തന്നെ ദൂരദർശനിലും പോയി അവിടെയും ചെന്ന് ഇതൊക്കെ കാണുന്നു. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെയുള്ളവരോട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവരെ കളിയാക്കി, പിന്നെ നമ്മളെല്ലാം ടെലിവിഷനിൽ ജോയിൻ ചെയ്യാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം ദൂരദർശനിലേക്ക് ഇങ്ങനെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ജേർണലിസത്തിന് എന്നോടൊപ്പം പഠിച്ച PS സന്തോഷ്, ഇന്ന് അദ്ദേഹം ഇല്ല. അദ്ദേഹം മൂവാറ്റുപുഴ RDO ആയിരിക്കുമ്പോൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ സന്തോഷാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പരസ്യം വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാം. എനിക്ക് അപ്പോഴും മടിയായിരുന്നു, ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുമോ. അപ്പോൾ ജേർണലിസത്തിൽ എനിക്കൊരു താല്പര്യം, അച്ഛൻ്റെ കൂടെ അച്ഛൻ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനൈകം പത്രത്തിലും ആഴ്ചപ്പതിപ്പിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. ബോംബെയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അത്തരം ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് സാധ്യതയൊന്നും ഇല്ല എന്നുള്ളൊരു തുറന്ന മനസ്സോടുകൂടി അതിന് പങ്കെടുത്തപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ബോർഡ് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു പാനലായിരുന്നു. നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഉണ്ടാകുമ്പോൾ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, ആ ചങ്കൂറ്റത്തോടെ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 7 പ്രൊഡ്യൂസർമാരെയും പിന്നെ 5 അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാരെയും അന്ന് ആ ഇൻ്റർവ്യൂ ബോർഡ് തിരഞ്ഞെടുത്തു. 1984 മെയ് ജൂൺ മാസങ്ങളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ആദ്യമായിട്ട് ദൂരദർശനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത് G സാജൻ, CK തോമസ്, ജോൺ സാമുവൽ, S വേണു, T ചാമിയാർ, പിന്നെ MA ദിലീപ്. ഇത്രയും പേരായിരുന്നു അന്നത്തെ പ്രൊഡ്യൂസർമാർ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാരായിട്ടുണ്ടായിരുന്ന ശ്യാമപ്രസാദ്, അൻവർ, ജയകുമാർ, ലതാമണി, PK മോഹൻ, ഇത്രയും പേരായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു ആദ്യത്തെ ഒരു സംഘം ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസർമാരായി തിരുവനന്തപുരത്ത് വന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൂരദർശനിലെത്തിയാൽ? ഞാൻ ജേർണലിസം പഠിച്ച് റിസൾട്ട് വന്ന് 1984 ആദ്യം എൻ്റെ റിസൾട്ട് വന്നു. 1 മാസത്തിനകം ഇൻ്റർവ്യൂ നടന്നു, ജോയിൻ ചെയ്തു. ദീർഘകാലത്തെ സേവനം ഉണ്ടായിട്ടുണ്ട് താങ്കൾക്ക് ദൂരദർശനിൽ. അവിടെ വെച്ച് ചെയ്തിട്ടുള്ള പ്രധാന പരിപാടികളെ ഒന്ന് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കാമോ? അത്രയും കാലം 10-37 വർഷം ജോലി ചെയ്തപ്പോൾ ഒരുപാട് പരിപാടികൾ, പലതരത്തിലുള്ള പരിപാടികൾ. ഞാൻ വാർത്താ വിഭാഗത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. വാർത്താധിഷ്ഠിത പരിപാടികൾ അതിൻ്റെ ചുമതലയുള്ള പ്രൊഡ്യൂസറായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ ആദ്യം വളരെ കുറച്ച് പേര് മാത്രമേ അന്ന് ടെലിവിഷനിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ഞങ്ങളുടെ ഡയറക്ടറായിരുന്ന കുഞ്ഞികൃഷ്ണൻ സാറ് ഞങ്ങളുടെയൊക്കെ താല്പര്യം മനസ്സിലാക്കി തന്നെ ഞങ്ങൾക്ക് ചില പരിപാടികൾ ചെയ്യാനായിട്ട് ഞങ്ങളെ നിയോഗിച്ചു. അതിനകത്തൊന്ന് എനിക്ക് കിട്ടിയത് സാഹിത്യ പരിപാടികളായിരുന്നു. അപ്പോൾ സാഹിത്യത്തോടുള്ള താല്പര്യം. അപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ ചെയ്യുന്നത് അന്ന് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ ആയിട്ട് ചേർന്ന് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, പിൽക്കാലത്ത് വലിയ നടനായി തീർന്ന മുരളിയൊക്കെയാണ് അതിനകത്ത് പങ്കെടുത്തത്. അലിയാർ സാർ, എൻ്റെ അധ്യാപകൻ ആയിട്ടുള്ള അലിയാർ സാറ്, MK ഗോപാലകൃഷ്ണൻ, അതായിരുന്നു തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ ആ കാലത്ത് തന്നെ ഒരുപാട് പ്രതിഭകളെ ഞാനടക്കമുള്ള എല്ലാവർക്കും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. മലയാളത്തിൽ അന്ന് ജീവിച്ചിരുന്നിട്ടുള്ള 1980കളിൽ ഇന്ന് കേരളത്തിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശസ്ത വ്യക്തികളും ദൂരദർശൻ്റെ സ്റ്റുഡിയോയിലും
പോലും ഞങ്ങൾ അങ്ങോട്ട് പോയി അവരുടെ ഇതിലൊക്കെ ചെയ്തു. അന്ന് ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട 2 പരിപാടികൾ, ഒന്ന് ഇപ്പോഴും യൂട്യൂബിലൊക്കെ വളരെയധികം ആളുകൾ കാണുന്നതാണ്, ഒ വി വിജയൻ്റെ ഇൻ്റർവ്യൂ, ഒ വി വിജയനെ നരേന്ദ്രപ്രസാദ് ഇൻ്റർവ്യൂ ചെയ്ത ഒരു പരിപാടി, അതിപ്പോഴും ഉണ്ട്. മറ്റൊന്ന് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ദൂരദർശൻ ദേശീയ ശൃംഖലയ്ക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അത് തകഴി പോയിട്ട് അതിനകത്ത് മലയാളത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് കെ ജയകുമാർ IAS ആണ്, അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നു അന്ന്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ ചെയ്ത മലയാറ്റ രാമകൃഷ്ണനാണ്. അപ്പം ഇംഗ്ലീഷ് ചെയ്ത നാഷണൽ നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കത്തുകൾ വന്നു പലയിടത്തു നിന്നുള്ള മലയാളികൾ കണ്ടു. കാര്യം അന്ന് മലയാളത്തിൽ ഒരു മലയാളിയുടെ, ഒരു പ്രശസ്തനായ മലയാളിയുടെ ഒരു പ്രോഗ്രാം ദൂരദർശനിൽ വരിക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ദൂരദർശനിൽ ആദ്യമായിട്ടായിരിക്കും ഷർട്ട് ധരിക്കാതെ, അതായത് മേൽവസ്ത്രം ധരിക്കാതെ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നത്. ആ രീതിയിൽ ഒരു പ്രോഗ്രാമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത പരിപാടികൾ ഒരുപാട് പ്രശസ്തരായ കവികളുടെ കവിതകൾ, ONV സാറിൻ്റെയൊക്കെ ഒരുപാട് ആദ്യ കവിതകൾ മിക്കവാറും ഞാനായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് ഓർമ്മയുണ്ട് നക്സലൈറ്റുകളെ കുറിച്ച്. അതെ, ഡോക്യുമെൻ്ററി അല്ലേ? അതെ, അത് 1996 ചെയ്താണ് നിണച്ചാലൊഴികെ നാൾ വഴികൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി. അത് കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ആണെന്ന് പറയാം. നക്സലൈറ്റ് പ്രസ്ഥാനം അല്ല, ശരിക്കും പറഞ്ഞാൽ അത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയത്തിലും നമ്മുടെ ചിന്താഗതിയിലും ഒക്കെ വരുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന ഒരു രാസപരിണാമമുണ്ട്, മാറ്റമുണ്ട്. അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്ത്. അപ്പോൾ നക്സലൈറ്റ് ആയിരുന്നവർ, ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നവർ പിൽക്കാലത്ത് എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു അന്വേഷണമായിരുന്നു. ആ ഡോക്യുമെൻ്ററി ഒരുപാട് നല്ല അഭിപ്രായം നേടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ശത്രുക്കളെ നേടിത്തന്ന ഒന്നാണെന്ന് കൂടെ പറയണം. അപ്പോൾ അത് ഫ്രാൻസിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ അത് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. അങ്ങനെ പല ദേശീയ ചലച്ചിത്ര മത്സര വിഭാഗത്തിലായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണത്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെക്കുറിച്ച് ചെയ്ത ഡോക്യുമെൻ്ററിയും നമുക്ക് പറയാം. ബഷീറായാലും ശരി, പിന്നെ പ്രേം നസീറിനെ കുറിച്ച് ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇതേപോലെ ദേശീയ ശൃംഖലയ്ക്ക് വേണ്ടി അദ്ദേഹം മരിച്ചപ്പോൾ അന്ന് രാത്രി തന്നെ ഒരെണ്ണം ചെയ്ത് പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേറൊരു ഡോക്യുമെൻ്ററി ആക്കി. പിന്നെ കുറേ ടെലിചിത്രങ്ങൾ ഫിക്ഷനിലേക്ക്, ഡോക്യുമെൻ്ററി അല്ലാതെ തന്നെ ഫിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കോവിലൻ്റെ ശകുനം എന്നുള്ള കഥ വെച്ചിട്ട് ഒരു ടെലിചിത്രം ചെയ്തിട്ടുണ്ട്. അത് മുരളിയും രമ്യ നമ്പീശനും ശാന്താദേവിയും ഊർമിള ഉണ്ണിയൊക്കെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അത്. അതുപോലെ തന്നെ പിന്നീട് ഹരികുമാറിൻ്റെ പ്രശസ്തമായ കഥ ശ്രീ പാർവതിയുടെ പാദം എന്നുള്ള കഥ, അത് കാണിച്ച സമയത്തെക്കാളും കൂടുതലായിട്ട് ആളുകൾ അതിനെ കാണുന്ന, ഇപ്പോൾ യൂട്യൂബിലത് വന്നപ്പോൾ അതിന് ഒരുപാട് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചിത്രങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രോഗ്രാംസും ഡോക്യുമെൻ്ററികളുമായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശാന്താപ്പി നായർ എന്ന് പറയുന്ന പ്രശസ്തയായ ഗായികയെക്കുറിച്ച് അവർ തിരുവനന്തപുരത്ത് ആകാശവാണിയുടെ ഇവിടെ ജോലി ചെയ്ത സ്റ്റാഫായിരുന്നു. ശാന്താപ്പി നായരും അത് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ശാന്ത ചേച്ചിയുടെ ചേച്ചി, പിന്നെ ഇന്ദിരാ ജോസഫ്, ശാന്ത ചേച്ചിയുടെ മകള്, എൻ്റെ സഹപ്രവർത്തകയായ ലത രാജു, അങ്ങനെ ആ ഒരു കുടുംബത്തോട് തന്നെ എനിക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ശാന്ത ചേച്ചിയെ കുറിച്ച് ചെയ്ത ഡോക്യുമെൻ്ററി, അങ്ങനെ പറയാം, വാസന്തരാവിൻ്റെ വാതിൽ തുറന്ന് എന്നുള്ള ഡോക്യുമെൻ്ററി. അതൊരു ശാന്ത ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവരുടെ മനോഹരമായ ശബ്ദം നമ്മുടെ മനസ്സിൽ, ഒരുപാട് പാട്ടുകൾ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്ത് നാഴൂരി പാലുകൊണ്ട് നാടാക കല്യാണം എന്നുള്ള പാട്ട്, ഗായത്രി ശ്രീകൃഷ്ണനും ശാന്ത ചേച്ചിയും കൂടെ ഭാസ്കര മാഷിൻ്റെ പ്രശസ്തമായ വരികൾ, ഭാസ്കര മാഷിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണല്ലോ ഇത്, രാഘവ മാഷ് സംഗീതം കൊടുത്തിട്ട് ആ പാട്ട്, രാരീച്ചൻ എന്ന പൗരൻ എന്നുള്ള ചിത്രത്തിൽ ആ പാട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും. ചെറുപ്പം മുതലേ താങ്കൾക്ക് ചലച്ചിത്രങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് പിന്നീട് അത്തരമൊരു സാധ്യത താങ്കൾ അന്വേഷിച്ചില്ല? ഈ ദൂരദർശനിലെ പ്രോഗ്രാം പ്രൊഡക്ഷൻ തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു? അന്നൊക്കെ ഞങ്ങൾ ഈ പിന്നെ ദൂരദർശനിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ച കാലം ആകാശവാണിയിലൊക്കെ അങ്ങനെ ആയിരുന്നു. അന്നൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇന്ന് കുറേയൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങളൊക്കെ ഈ അനുവാദം കൊടുക്കേണ്ട ഒരു സ്ഥാനത്തെത്തിയപ്പോൾ കഴിയുന്നത്ര ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എഴുതാനായാലും ശരി, മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാനായാലും ശരിയൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, ഒരുപാട് വിലക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ എനിക്കിഷ്ടമാണെങ്കിൽ പോലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമായി തോന്നിയിട്ടില്ല. കാര്യം ടെലിവിഷൻ നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ടെലിവിഷനിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ടെലിവിഷനിൽ ചെയ്ത് പ്രതിഭ തെളിയിച്ച ഒരാൾ എൻ്റെ കൊളീഗായിട്ടുണ്ട്, ശ്യാമപ്രസാദ്. അപ്പോൾ ശ്യാമപ്രസാദിനെ പക്ഷേ സിനിമയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനം. അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ ഞങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ടെലിവിഷനിലൂടെ ഒരു ദൃശ്യമാധ്യമത്തിൽ നമുക്കുള്ള ഒരു സാധ്യതകളും നമ്മളുടെ ഒരു മികവും നമ്മളുടെ താല്പര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സിനിമ ഒരു എന്താ പറയേണ്ടത്, അതൊരു ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അതൊരു നമ്മളെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ആകാശവാണിയിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പി പത്മരാജൻ പിന്നെ വേണുനാഗവള്ളി, ഇവർ രണ്ടുപേരുമായിട്ടും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈ രണ്ടുപേരും സിനിമയിലേക്ക് എത്തിപ്പെട്ടവരാണ്. പിന്നെ ഒരുപാട് പ്രതിഭകൾ തിരക്കഥ എഴുതിയൊക്കെ ആ കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പത്മനാഭൻ നായർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, ടി എൻ ഗോവിന്ദനാഥൻ നായർ, കെ ജി സേതുനാഥ്, ജഗതി എൻ കെ ആചാരി, ഒരു വലിയ സംഘം പ്രതിഭകൾ കണ്ട് കുട്ടിക്കാലത്ത് ആകാശവാണി വരുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് കാണാം. പക്ഷേ എത്രയോ പേര് നമുക്കറിയാമല്ലോ. ഇപ്പോൾ സതീഷ് ചന്ദ്രനെ പോലെ ഒരാളെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം എത്രയോ പ്രതിഭയായിരുന്നു. പക്ഷേ ഒരു സിനിമയും അത്തരമൊരു ഫീൽഡിലൊന്നും പോയിട്ടില്ല. സിനിമ എന്നെ ആകർഷിച്ചിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നൊരു ആകർഷിച്ച ഒരു
സ്ഥലമല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ടാണ് സിനിമ ആ വഴിക്ക് നോക്കാൻ. എങ്ങനെയായിരുന്നു ആകാശവാണിയായിട്ടുള്ള ബന്ധം? കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി കാണുമല്ലോ. ആകാശവാണി നമ്മളുടെ ജീവിതത്തിൽ ആകാശവാണി എന്നൊക്കെ പറഞ്ഞാൽ ഈ റേഡിയോ രാവിലെ തൊട്ട് കേട്ട് തുടങ്ങാൻ നമ്മുടെ കുട്ടിക്കാലം മുതലേ റേഡിയോ, പുതിയൊരു റേഡിയോ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഏരിയയിലൊക്കെ ഉള്ള ഒരു റേഡിയോ. ആ റേഡിയോ രാവിലെ തൊട്ടൊക്കെ വെക്കുക. അമ്മയ്ക്ക് പാട്ട് ഇഷ്ടമായിരുന്നു, അമ്മ പാട്ട് പാടുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പാട്ടുകൾ മിക്കവാറും വിവിധ ഭാരതിയൊക്കെ വന്നതിന് ശേഷം പാട്ടുകൾ, അന്നത്തെ ഹിന്ദി പാട്ടുകൾ ഒക്കെ എനിക്കിപ്പോഴും നമുക്ക് ചില പാട്ടുകളൊക്കെ ചില ദിവസങ്ങൾ വരെ ഓർമ്മ വരും. അങ്ങനെ റേഡിയോ നമ്മളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. മാത്രമല്ല ഇലക്ഷൻ റിസൾട്ട്, അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നതും ഒക്കെയുള്ള വാർത്ത രാത്രി ഞാനും അമ്മയും കൂടി ഇരുന്നാണ് റേഡിയോ കേൾക്കുന്നത്. അതൊരു അർദ്ധരാത്രിയിലാണ് ആ വാർത്ത വരുന്നത്. അന്ന് ആ വാർത്ത കംപ്ലീറ്റ് റേഡിയോയിലൂടെ കേൾക്കുന്നത്. പിന്നെയാണ് നമ്മൾ വെളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അന്നത്തെ ദിവസം റേഡിയോയുടെ ആയിരുന്നു. അതുപോലെ തന്നെ കമൻട്രി ആയാലും റേഡിയോയിലാണ് കേൾക്കുന്നത്. കോളേജിലൊക്കെ പഠിക്കുന്ന നേരത്തെ ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഒരുപാട് പരിപാടികൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പത്മനാഭൻ ചേട്ടനും വേണുനാവളി ചേട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ വിളിക്കുകയും ഒക്കെ വന്ന് ഇവിടെ നിന്ന് ഒരുപാട് പരിപാടികൾ ആകാശവാണിക്ക് വേണ്ടി അന്ന് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഒരു വലിയൊരു പ്രത്യേക ഒരു വികാരമാണ് ഇവിടെ വരുന്നത്. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയായ കെ എ ബീന ഇവിടെ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട് വാർത്താ വിഭാഗത്തിൽ. അങ്ങനെ ആകാശവാണിയായിട്ട് എല്ലാ കാലത്തും എനിക്ക് വളരെ ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓരോ പ്രോഗ്രാമിൻ്റെ പുറകിലും അല്ലെങ്കിൽ ഓരോ പരിപാടികളുടെ പുറകിലും ഒരു പിന്നാമ്പുറ കഥയുണ്ടായിരിക്കും. ഒരുപക്ഷെ ആ അനുഭവങ്ങളായിരിക്കും താങ്കൾ നിലാവിൽ നീന്താനിറങ്ങിയ മേഘങ്ങൾ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രേംനസീറിനെ കാണാൻ പോയ ഒരു അനുഭവം, അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചരമത്തെക്കുറിച്ചൊരു പരിപാടി ചെയ്യാൻ ഇടയായ സാഹചര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്തരം ഏറ്റവും മറക്കാനാകാത്തൊരു അനുഭവം പറയാൻ പറ്റുമോ? അതിലുള്ള എല്ലാം വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ തന്നെയാണ്. 19 അനുഭവങ്ങൾ ഏറ്റുണ്ട് അതിൽ. അല്ല, അതിനകത്ത് ഒരു അനുഭവം ഈ പറഞ്ഞത് ഇല്ലാത്തൊരു അനുഭവമാണ്. കാര്യം പ്രേംനസീറിൻ്റെ തന്നെ പറഞ്ഞാൽ, പ്രേംനസീർ ഞങ്ങളുടെ തലമുറയുടെ ഒരു എന്താ പറയണ്ടേ ഏറ്റവും വലിയൊരു ഐഡലായിരുന്നു, ഒരു ആരാധ്യ പുരുഷനായിരുന്നു. നിത്യവിസ്മയം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്ററി പിന്നെ ചെയ്തു. അപ്പോൾ പ്രേംനസീർ ഞങ്ങളുടെ ദൂരദർശൻ്റെ പ്രോഗ്രാം ഉപദേശക സമിതി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടി സമിതി യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ വന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ ഞങ്ങൾ ക്യാമ്പസിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ മദ്രാസിൽ സ്റ്റഡി ടൂറിന് പോകുമ്പോൾ AVM സ്റ്റുഡിയോ കാണാൻ പോകുമ്പോൾ അവിടെ ഒരു കോണിലായിട്ടൊരു വയസ്സനിരിക്കുന്ന ഒരു ഫ്ലോറിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പ്രേംനസീറാണ്. അപ്പോൾ വളരെ വേറൊരു വ്യക്തിയെ തലേ ദിവസം പോയി വലിയൊരു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ പ്രശസ്തനായ മറ്റൊരു കലാകാരനെ കാണാൻ പോയിട്ടൊരു ദുരനുഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഈ പ്രേംനസീറിനെ കാണാനായിട്ട് അടുത്ത് ചെല്ലണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയുയർത്തി നോക്കിയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ മലയാളികളാണെന്ന് മനസ്സിലായി. ഒരു 8-10 ചെറുപ്പക്കാർ, 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ അടുത്ത് വിളിച്ചു, നിങ്ങൾ മലയാളികളാണോ എന്നും പറഞ്ഞ് ഞങ്ങളെ അടുത്ത് വിളിച്ചു. പിന്നെ അടുത്ത ഒരു ഉച്ച സമയം വരെ, ഇതൊരു രാവിലെ 10 മണിക്ക് സംഭവിക്കുന്നതാണ്, ഞങ്ങളൊരു 2 മണി വരെ ആ മാസ്മരിക വലയത്തിലായിരുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഈ ഷൂട്ടിംഗ് കാണാനകത്ത് സ്റ്റുഡിയോ ഫ്ലോറിൽ കൊണ്ടുപോകുന്നു, കാണിച്ചു തരുന്നു, ഓരോന്നും പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെ പ്രേംനസീർ മാത്രമല്ല എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്, അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രേംനസീർ എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിലെ ഏറ്റവും വലിയ വികാരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശക സമിതി യോഗത്തിന് വന്നിട്ട് അദ്ദേഹം യാത്ര പറഞ്ഞങ്ങ് പോയി. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു അദ്ദേഹം പോകുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഓഫ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് ഒരു കാർ വന്നു, ടാക്സി വന്നിട്ട് ഓഫീസ് വണ്ടി വന്നു ഡ്രൈവറാണ്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഡയറക്ടർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളെ അയച്ചത്. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് പ്രേംനസീർ വളരെ സുഖമില്ലാതെ കിടക്കണം. ഡയറക്ടർ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞികൃഷ്ണൻ സാർ പറഞ്ഞു, പ്രേംനസീർ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു വാർത്തയിൽ കൊടുക്കാൻ പാകത്തിൽ ഒരെണ്ണം ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 5 മണിയായി കാണും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പം തന്നെ ഞാനിരുന്ന് അവിടെയുള്ള ടേപ്പുകളൊക്കെ തപ്പി അദ്ദേഹത്തിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത്, പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അന്ന് സിനിമ ടെലികാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ള ക്ലിപ്പിംഗ് എടുത്ത് SOT ചെയ്ത് വരുമ്പോഴത്തേക്കും അവർ ക്യാമറ വിട്ട് ചിറയും കീഴിൽ പോയി ഷോട്ട്സൊക്കെ എടുത്തപ്പോഴത്തേക്കും അദ്ദേഹം വളരെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണെന്നുള്ള മനസ്സിലായി. അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എഡിറ്റ് ചെയ്ത് ഒരു ഡോക്യുമെൻ്ററി പോലെ തന്നെ ചെയ്തു. അപ്പോൾ രാത്രിയായപ്പോൾ ഒരു ടെലിപ്രിൻ്ററിൽ വാർത്ത വന്നു, അദ്ദേഹം ഈസ് നോ മോർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സങ്കടത്തോടെ, ഒരുപക്ഷെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവരുതേ, അത് ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അതായിരിക്കും. പക്ഷേ അർദ്ധരാത്രിയായപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തെറ്റാണെന്നും ടെലിപ്രിൻ്ററിലൂടെ PTA അടിച്ചു. അപ്പോൾ കുറച്ചുകൂടെ സമാധാനമായി. ഞങ്ങളത് തീർത്ത് ഒരു 4 മണിയായപ്പോഴത്തേക്കും കമൻട്രിയൊക്കെ കൊടുത്ത് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൺഫേം ചെയ്തുകൊണ്ടുള്ള വാർത്ത വന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ദൂരദർശൻ്റെ വാർത്തയിലൂടെയാണ് അന്ന് പ്രേംനസീറിൻ്റെ വിയോഗത്തെക്കുറിച്ച് അറിയുന്നത്. കാരണം അന്ന് വേറെ ചാനലുകളില്ല, റേഡിയോയിൽ വാർത്ത പറഞ്ഞു, പത്രങ്ങളിൽ ഒരു വാർത്തയും കേരളമോദി അതിനകത്ത് വാർത്ത ലേറ്റ് എഡിഷനിൽ കൊടുത്തു, വേറെ ആരും കൊടുത്തില്ല. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം എന്നുള്ള വാർത്താവതാരകൻ ആദ്യം വാർത്ത വായിച്ചു, മദ്രാസിൽ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു. അതിനുശേഷം അദ്ദേഹത്തിനെക്കുറിച്ച് ചെയ്ത പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞ് 1/2
മണിക്കൂർ ദൈർഘ്യമുള്ള ആ പരിപാടി ടെലികാസ്റ്റ് ചെയ്തു. ഇന്നും ചിലപ്പോഴും പലരും അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം അത് അവസാനിക്കുന്നത് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ള പാട്ടോട് കൂടിയാണ്. ഞാനത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതായിട്ടുള്ള സംബന്ധിച്ച വിഷ്വൽ എടുക്കുകയും മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് നസീർ സാർ മരിക്കുമെന്ന് ദൂരദർശൻ നേരത്തെ തന്നെ തീരുമാനിച്ചു, ഇങ്ങനെ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി അങ്ങനെ ഒരു പരിപാടി ചെയ്താണ് തീർച്ചയായിട്ടും എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അതുപോലുള്ള വേറൊരു രാത്രിയിൽ രാജീവ് ഗാന്ധി ഇതേപോലെ തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തനായിരുന്ന ജോൺ ലഹന്നാനും അതുപോലെ ചാമിയാർ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെല്ലുന്നു. രാത്രി മുഴുവൻ ഇരുന്നു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതോടുകൂടി തിരുവനന്തപുരം മുഴുവൻ ബന്ദിലോട്ട് പോയി, ആർക്കും വീട്ടിൽ പോകാൻ പറ്റാതായി. ഞങ്ങളൊക്കെ അന്ന് അവിടെ താമസിച്ച് ആ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ചെയ്ത് എനിക്ക് തോന്നുന്നു അപ്പം തന്നെ ഞങ്ങളൊരു ബുള്ളറ്റിൻ ടെലികാസ്റ്റ് ചെയ്തു. രാവിലെ തൊട്ട് ചെയ്തു. അത് എനിക്കൊരു വിളിപ്പേര് തന്നെ ഉണ്ടായിരുന്നു, ഒബിറ്റ് പ്രൊഡ്യൂസർ എന്നായിരുന്നു. ഒരുമാതിരിപ്പെട്ട ആളുകൾ മരിച്ചാലൊക്കെ എനിക്കാണ് അതിൻ്റെ നറുക്ക് വീഴുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോ വെച്ചിട്ടുമ്പോൾ ഇതേപോലെ ആരോ ഒരു വളരെ പ്രശസ്തയായ ഏതൊരു വ്യക്തി മരിച്ചപ്പോഴത്തേക്ക് എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്ന് വിഷ്വൽസൊക്കെ എടുത്ത് ഇത് ചെയ്യുമ്പോൾ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരുപാട് ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്തിട്ടുള്ള ശിവരാജൻ. അപ്പോൾ ശിവരാജൻ സാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞാൽ വന്നല്ലോ ചാക്കാല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്തം എന്നൊക്കെ പറയാമെങ്കിൽ ഇതിൻ്റെ 4ാമത്തെ ദിവസം ഞാൻ ശിവരാജൻ സാറിനെ കുറിച്ച് തന്നെ പ്രോഗ്രാം ചെയ്തു. അദ്ദേഹം മരിച്ചു. അതേക്കുറിച്ച് ഞങ്ങളൊരു ചെറിയ സ്റ്റോറി ചെയ്തു. അപ്പം ഞാനത് ആലോചിക്കുകയും ചെയ്തു, ഇദ്ദേഹം എന്നെ വിളിച്ച പേര്. പക്ഷേ അതൊരു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു സമർപ്പിതമായിട്ടുള്ളൊരു യജ്ഞമായിരുന്നു. ആ ഓരോ ആരെങ്കിലും ഇതുപോലെ അന്തരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആർക്കെങ്കിലും ഒരു പ്രത്യേക ഇതൊക്കെ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും കൂട്ടായിട്ടുള്ള അതൊരു കാലമായിരുന്നു. എനിക്കറിയില്ല, ആ കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവരും വളരെ രോമാഞ്ചമുള്ള തോന്നുന്നൊരു കാലമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കമൻട്രി കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കും, മ്യൂസിക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു സുഹൃത്ത് വരും. അങ്ങനെ അതൊരു വിഷ്വൽ മീഡിയ ആണല്ലോ. വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. പത്മരാജൻ്റെ കാര്യം അതുപോലെ തന്നെ. പത്മരാജൻ എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹം ഇതേപോലെ രാവിലെ പത്മരാജൻ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. വാർത്ത വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഡയറക്ടർ സ്ഥലത്തിൽ അദ്ദേഹം വന്നപ്പോൾ ഇന്നലെ പ്രോഗ്രാം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ തന്നെ ഇതേപോലെ വിഷ്വൽസ് ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പത്മരാജൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിൽ നിന്ന് വിഷ്വൽസ് എടുത്തു. അതൊക്കെ ചെയ്തിട്ട് ഇതിന് പകുതി എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലൈവായിട്ടാണ് കൃഷ്ണകുമാരൻ തമ്പി, അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം കമൻട്രി കൊടുക്കുന്നു. പേരുടെ സുഹൃത്ത് ലീൻ ബി ജസ് മസൈൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു. ഇത് ലൈവായിട്ട് ഇങ്ങനെ വായിക്കുന്നു. വിഷ്വൽ ഒരു ഭാഗത്തൂടെ പോകുന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരു ഗാനത്തിലേക്ക് പോയാലോ? പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേം നസീറിൻ്റെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ഏത് പാട്ടാണ് അദ്ദേഹം പാടുന്ന ഏത് പാട്ടാണെന്ന് ചോദിക്കാൻ പറ്റില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് ബ്രഹ്മാനന്ദൻ പാടിയ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂടെ ഒരുക്കിയ താരകരൂപിണി എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ള ചിത്രത്തിലെ. അധ്യാപകൻ കൂടിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ താങ്കൾ മാധ്യമ പഠനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്, അതല്ലെങ്കിൽ മാധ്യമ പഠനം നടത്തി കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈ അധ്യാപന പരിചയം? അധ്യാപനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അധ്യാപനം എന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റായിട്ടുള്ള മറ്റേ അക്കാഡമിക് രീതിയിലുള്ള അല്ലെങ്കിൽ അധ്യാപനം നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു പിക്ചർ ഉണ്ടല്ലോ, അതൊന്നും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇത് 1985 ഞാൻ ദൂരദർശനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 84 പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ 85 ദൂരദർശൻ സംപ്രേഷണം തുടങ്ങുന്നത്. അന്ന് മുതൽ തന്നെ നമ്മുടെ ജേർണലിസം വിദ്യാർത്ഥികൾ, അന്ന് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. അന്ന് തന്നെ ജേർണലിസം, ഞാൻ പഠിച്ച കേരള യൂണിവേഴ്സിറ്റിയുടെ ജേർണലിസം വകുപ്പൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് ടെലിവിഷനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അന്ന് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നിയോഗം അന്ന് തന്നെ എന്നെ തേടിയെത്തി. 1985 മുതൽ ഞാൻ ഈ രംഗത്തുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ആളുകളൊക്കെ വളരെ പ്രശസ്തരായ വ്യക്തികളൊക്കെയായി മാറി. ഇന്ന് മാധ്യമരംഗത്തും മറ്റു രംഗത്തൊക്കെ ആയി. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ കാണാൻ പറ്റി, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. കുറേ ചാനലുകളുടെ തുടക്കത്തിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ടെലിവിഷൻ്റെ കോൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലും ഇന്നിപ്പോൾ ശശി എന്നോട് ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. ഇത് ആകാശവാണിയിലും ഒരുപക്ഷെ ദൂരദർശനിലും മാത്രം നടക്കുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത്. അങ്ങനെയല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഈ ഫൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന അത്തരം ഇൻ്റർവ്യൂവിൻ്റെ ഒരു കോൺസെപ്റ്റ്, അവിടെ ഒരു വിവാദം ഉണ്ടാക്കുക, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ഇൻ്റർവ്യൂ തന്നെ മാറിക്കഴിഞ്ഞ ഒരു കാലത്ത് നമ്മളൊക്കെ ഒബ്സലറ്റ് ആയോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ കഴിയുന്നത്ര അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. കഴിയുന്നത്ര ആ കാലഘട്ടത്തിനനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ദൃശ്യമാധ്യമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പഴയ കാര്യങ്ങൾക്കാണ്. അത് ചരിത്രം എന്നുള്ളൊരു കാര്യത്തിനാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, എഴുത്തിലായാലും ശരി, ക്ലാസ്സുകളിലായാലും ശരി. ഇപ്പോൾ വിശ്രമ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ വിരമിച്ച ശേഷം ഇനിയും ഈ ജീവിത നാടകം പോലെയുള്ള ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ?
തീർച്ചയായിട്ടും കുറേ പുസ്തകങ്ങൾ ഇതുപോലെ തന്നെ ജീവചരിത്രങ്ങളും ആത്മകഥകളും ഒക്കെ നമുക്കിഷ്ടപ്പെട്ട ഏരിയ ആയതുകൊണ്ട് അതിലോട്ടാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമി അവരുടെ ചരിത്രം എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെന്നെ ഒരു ഔദ്യോഗികമായിട്ട് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത അക്കാദമിയുടെ 1958 മുതലുള്ള അവരുടെ ഒരു സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ അവർ കടന്നുപോയ ആ വഴികളെക്കുറിച്ചൊന്ന്, അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ചരിത്രം, പിന്നെ സാംസ്കാരിക ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെയാണ്. അപ്പോൾ അത്തരം ചരിത്രങ്ങളിലേക്ക് ഒന്ന് എനിക്ക് തിരിച്ചു നടക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇത്തരം എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്ത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. എന്തായാലും തിരക്കിനിടയിലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും എനിക്ക് ആകാശവാണി എൻ്റെ സ്വന്തം വീട് പോലെ തന്നെ, ദൂരദർശൻ്റെ സഹോദര സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആകാശവാണി വളരെ കുട്ടിക്കാലം മുതൽ കാണുന്ന, ഇവിടെ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റി, എനിക്ക് ശശിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തൃപ്തികരമായ രീതിയിൽ മറുപടി പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം, നന്ദി. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബൈജു ചന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.